ഇന്ന് നമുക്ക് ക്രോഷറ്റിന്റെ രണ്ടാമത്തെ സ്റ്റിച്ചായ ഹാഫ് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി സ്റ്റിച്ചും കൂടിയാണിത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് എന്ന് കാണിക്കാം. അപ്പൊ അതിന്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ക്രോഷറ്റിന്റെ രണ്ടാമത്തെ സ്റ്റിച്ച് കേട്ടോ. ഫസ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലൂപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണുക. അപ്പൊ ഇനി നമുക്ക് ക്രോഷറ്റിന്റെ രണ്ടാമത്തെ സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ചെയിൻസ് ഇടാം. അപ്പോൾ ഈ ചെയിൻസ് ഇടുന്നതും സ്ലിപ്പ് നോട്ട് ഇടുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ക്രോഷറ്റിന്റെ ബേസിക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ആ ഒരു വീഡിയോ മറക്കാണ്ട് ഒന്ന് പോയി കാണുക. അപ്പോൾ നമ്മുടെ കുറച്ച് ചെയിൻസ് നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ എപ്പോഴും സ്റ്റിച്ച് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ചെയിൻസ് ഉണ്ടാക്കി പഠിച്ചിട്ട് അതിനുശേഷം ഓരോ സ്റ്റിച്ചായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സ്ലിപ്പ് നോട്ട്, അതായത് നമ്മൾ നീഡിലിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുകയാണ്. സിംഗിൾ ക്രോഷറ്റ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു നീഡിലേക്ക് ലൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സൂചി ഉണ്ടല്ലോ, അത് ഇതുപോലെ നൂലിലേക്ക് ചുറ്റി കൊടുത്ത ശേഷം നമ്മുടെ അതേ രീതിയിൽ തന്നെ അതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഈ ഒരു ചെയിനിന്റെ ഉള്ളിലായിട്ട് നമ്മൾ സൂചി എടുത്തിട്ട് ഒന്നുകൂടി ഇതുപോലെ നീഡിൽ ഇങ്ങോട്ടാക്കരുത്, ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ നൂലിനെ ഒന്നും കൂടി നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട്, അപ്പൊ നമ്മുടെ നീഡില് 3 സ്റ്റിച്ച് വരും. ഇത് നമ്മൾ ഒന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി ആ ഒരു നൂല് സൂചിയിലേക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ്. അപ്പൊ ഫസ്റ്റ് നമ്മളിതാ നീഡിലേക്ക് ആ ഒരു നൂല് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം നീഡിലേക്ക് സൂചി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് അതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, സ്റ്റിച്ചിന്റെ ഉള്ളിലേക്ക് ഇത് അതുപോലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ സൂചി നൂലിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഉള്ളിൽ തന്നെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ആ ഒരു നീഡില് 3 സ്റ്റിച്ച് വരണം. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി സൂചി നൂലിലേക്ക് വന്നിട്ടിട്ട് ഈ 3 സ്റ്റിച്ചും കൂടി നമ്മളൊന്ന് വലിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ്. അപ്പൊ ഇത് ഒന്നും കൂടി ഞാനൊരു സ്ലോ മോഷനിൽ ഇതൊന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് നീഡിൽ എങ്ങനെയാണ് നമ്മുടെ നൂല് ഇടേണ്ടത് എന്നുള്ളത് ജസ്റ്റ് അത് കുറച്ചൊന്ന് സിമ്പിൾ ആക്കിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്നും കൂടി ജസ്റ്റ് ഇത് അതുപോലെ നമ്മുടെ ആ ഒരു ക്രോഷറ്റിന്റെ നീഡിലേക്ക് നമ്മുടെ വുള്ളൻ നൂല് ഉള്ളിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ചെയിൻ ഉണ്ടല്ലോ അതിലേക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഉള്ളിലൂടെ തന്നെ നമ്മുടെ ആ ഒരു നീഡിലേക്ക് ഒരു പ്രാവശ്യം കൂടി നൂലൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഉള്ളിൽ കൂടെ തന്നെ ഒന്നും കൂടി ഒന്ന് വലിച്ചെടുക്കുക. അപ്പൊ തന്നെ നമ്മുടെ ആ ഒരു നീഡില് 3 സ്റ്റിച്ച് ഉണ്ടാവും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി സൂചിയിലേക്ക് നൂലൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഒന്നായിട്ട് 3 സ്റ്റിച്ചും കൂടി വലിച്ചെടുത്താൽ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ചായി. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ചെയിൻസിലും ഈ ഒരു സ്റ്റിച്ച് പഠിച്ചെടുക്കാം. അപ്പൊ നമുക്ക് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറെ ചെയിൻസ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബേസിക് സ്റ്റിച്ചായ സിംഗിൾ ക്രോഷറ്റ്, ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷറ്റും ട്രിപ്പിൾ ക്രോഷറ്റും ആണ്. അത് കഴിഞ്ഞ് ഒരുപാട് സ്റ്റിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷെ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് 4 അപ്പൊ ഇത് പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് പാറ്റേൺസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഇത് ഹാഫ് ഡബിൾ ക്രോഷറ്റ്. നമ്മള് സിംഗിൾ
ക്രോഷറ്റ് പഠിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു ക്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷറ്റിൽ വെച്ചിട്ട് ഒരു പാറ്റേൺ ആണ് അടുത്ത പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ ചെയിൻസിലും ഹാഫ് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചും കൂടിയാണിത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നീഡിൽ എന്ന് പറയുന്നത് 3.75 mm നീഡിലാണ്. നമ്മുടെ ക്രോഷറ്റിന്റെ നീഡിലിന്റെ സൈസും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരുപാട് സൈസിലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് വഴിയെ പറഞ്ഞു തരാം. അതുപോലെ തന്നെയാണ് ഏത് സൈറ്റിലാണ് നമ്മളിത് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളതും. നമുക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. പക്ഷെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് നീഡിലിന്റെ സൈസിനനുസരിച്ചിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പൊ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷറ്റിന്റെ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാ എല്ലാ ആ ഒരു ചെയിൻസിലും നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ക്രോഷറ്റിന്റെ ബേസിക് ആ ഒരു സ്റ്റിച്ചൊക്കെ പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വില കൊടുത്തിട്ടുള്ള നൂലുകളൊന്നും വാങ്ങണമെന്നില്ല കേട്ടോ. നമുക്ക് സാധാരണ ബട്ടൺ ഹൗസിലൊക്കെ കിട്ടുന്ന തരം നൂലുകളുണ്ടാവും. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ടൈപ്പിലാണ്. നന്നായിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ചൊക്കെ പഠിച്ചെടുത്ത ശേഷം നമുക്ക് നല്ല പാറ്റേൺസ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ അത്ര വിലയുള്ള നൂല് വേണമെന്നില്ല. അതുപോലെ തന്നെ നീഡിലായാലും ഏതെങ്കിലും ഒരു നീഡിലായാലും മതി കേട്ടോ. കുറച്ചൊരു വലിയ നീഡിലായാൽ നമുക്ക് ആദ്യം പഠിച്ചെടുക്കാൻ കുറച്ച് സിമ്പിളായിരിക്കും. ഒരുപാട് ചെറുത് വാങ്ങരുത്. അപ്പോൾ നമ്മൾ എല്ലാ ചെയിൻസിലും ആ ഒരു ഹാഫ് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് ഉണ്ടാവുക. ഒരുപാട് ചെയിൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൽ പഠിച്ചെടുത്താൽ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു ബേസിക് കിട്ടും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് കുറേ ചെയിൻസ് ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ഉണ്ടാക്കി പഠിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ മറക്കാണ്ട് ആ ഒരു ബെൽ ബട്ടണിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുവേ. അപ്പോൾ അതാ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റിൻ്റെ സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്